Hello, welcome to Market Discussion of the Day. Today, ഓഗസ്റ്റ് 7 2025 ഓഗസ്റ്റ് 7 അല്ലേ? എന്താണ് ഓഗസ്റ്റ് 7ലെ പ്രത്യേകത? താരിഫ് അനൗൺസ്മെന്റ് ഡേ ആണ് അല്ലേ? ഇന്നാണ് പല രാജ്യങ്ങൾക്കുമെതിരെയുള്ള താരിഫുകൾ അനൗൺസ് ചെയ്യുന്ന ദിവസം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ? സോ അതിനുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ ഇന്നത്തെ യു എസ് സെഷനിൽ വരും. സോ അതുകൊണ്ടിട്ട് തന്നെ യു എസ് സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. യു എസ് സെഷനിൽ വലിയ വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാവാം. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ടുള്ളത്. എന്ത് ട്രേഡ് എടുത്താലും സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഇടാതെ ഒരു ട്രേഡ് പോലും എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ആദ്യമായിട്ട് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കലണ്ടർ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ എക്കണോമിക് കലണ്ടറിൽ നോക്കിയിട്ട് ഇന്നലെ നമുക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂസ് വന്നു -3.029 മില്യൺ ആയിരുന്നു ഇന്നലെ വന്ന ന്യൂസ് ആക്ച്വലി. ഓക്കെ, സോ ഗ്രോയിങ് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ഇൻഡിക്കേറ്റ്സ് എ വീക്കർ ഡിമാൻഡ് ഓഫ് ഓയിൽ ആൻഡ് ക്യാൻ ഹാവ് നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ദ ഓയിൽ ബാരൽ പ്രൈസ്. ഓക്കെ, സോ ഇത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നെഗറ്റീവ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ആണുള്ളതെന്നുള്ളതാണ്. ഓക്കെ, സോ ബേസിക്കലി അതിനുശേഷം വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും മാർക്കറ്റിൽ ഇന്നലെ ഗോൾഡിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഈ ഒരു ന്യൂസ് കാരണം. പക്ഷേ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് അറിയാം വളരെ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇന്നലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം ഞാൻ ഇന്നലെ തന്നെ എടുത്ത് പറഞ്ഞത്. ഓക്കെ, സോ ഇന്ന് നമുക്ക് നമ്മളുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. സോ GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ആ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണത്. ഓക്കെ, സോ അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബെയ്ലിയുടെ സ്പീച്ചും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട് 1:30 മണിക്ക് UK ടൈമിംഗ് 1:30 മണിക്ക് ബെയ്ലിയുടെ സ്പീച്ചും ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ കെയർഫുള്ളായിട്ട് മാത്രം ട്രേഡ് ചെയ്ത് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഇതാണ് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ്. നമുക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഫെഡ് ചെയറിനെ മാറ്റണം, പവലിനെ മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അത് മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. സോ അതേപോലെ തന്നെ BLS കമ്മീഷണറിനെ പുള്ളിക്കാരൻ ഫയർ ചെയ്തു. ട്രംപ് ഫയർ ചെയ്തു. ഒരു എന്താ പറയുക, പുള്ളി എറിക്ക മക് എൻറ്റർഫർ എന്തോ പറയുന്ന ഒരു പുള്ളിക്കാരത്തിയെ ഫയർ ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. പുള്ളിക്കാരത്തി എന്താ പറയുക, പുള്ളി എന്ന് പറയുന്നത് ഹെഡ് ഓഫ് US ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, സോ അങ്ങനെ അത്രയും വലിയൊരു ഓഫീസറിനെ വരെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ് ട്രംപ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ചെയ്യുന്നത് എന്താണെന്ന് പുള്ളിക്കാരന് പോലും അറിയാത്തൊരു സിറ്റുവേഷൻ അല്ലേ? സോ അതേപോലെ തന്നെ നമ്മുടെ ട്രേഡ് ടെൻഷൻ, നമ്മുടെ ഇന്ത്യക്കെതിരെ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന 25% താരിഫ് അത് കൂട്ടി 50% ആക്കി എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ റീസൺ എന്താണ്? ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നു, ക്രൂഡ് ഓയിൽ മേടിക്കുന്നു എന്നുള്ളതാണ്. സോ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ മേടിച്ചാൽ എന്താണ് US പ്രശ്നം? ബേസിക്കലി US ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യക്കെതിരെ അല്ല കേട്ടോ, റഷ്യയുടെ കയ്യിൽ നിന്ന് ഇടപാടുകൾ നടത്തുന്ന എല്ലാ ആൾക്കാർക്കും ഇതേപോലെ സെക്കൻഡറി താരിഫ് കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരൻ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, സോ അത് എന്താണ് പുള്ളിക്കാരൻ്റെ ഉദ്ദേശം? ഈ ക്രൂഡ് ഓയിലിൻ്റെ സപ്ലയർ ആയിട്ടുള്ള അതിൻ്റെ സുപ്രീം പവർ US ഉണ്ടാവണം, US വേണം. അതാണ് പുള്ളിക്കാരൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഇന്ത്യയുമായിട്ട് പ്രശ്നമുണ്ടായിട്ടൊന്നുമല്ല ഈ പറയുന്ന പർട്ടിക്കുലർ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനത്തുള്ള കുറേ പൊളിറ്റിക്കൽ സൈഡ് ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ ഒരുപാട് അൺസർട്ടനിറ്റി ഉണ്ട് മാർക്കറ്റിൽ. ഗോൾഡിൻ്റെ പ്രൈസ് ഇനിയും മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ നേരെ നമ്മൾ അടുത്ത വീക്കിൽ നമ്മുടെ റഷ്യൻ പ്രസിഡൻറ്റും US പ്രസിഡൻറ്റും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണണം. അത് എന്താ പറയുക, അതിനകത്ത് പ്രിക്കോഷൻസ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. സോ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ വളരെ നാരോ മൂവ്മെൻറ്റിലായിരുന്നു ഗോൾഡ്. സോ ഇതിനകത്തുള്ള തീരുമാനങ്ങൾക്കൊക്കെ വെയിറ്റിങ്ങിലായിരുന്നു മാർക്കറ്റ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് പറഞ്ഞു പോകാനായിട്ടുള്ള ന്യൂസുകൾ. നമ്മൾ നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചൊവ്വാഴ്ച 4 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സാണ്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം, ബേസിക്സ് മാത്രം പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. 4 ദിവസവും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയയ്ക്കുക.
ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കുന്നു. വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ റിലയബിൾ ആയിട്ടുള്ള ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ട്. പല ആൾക്കാരും ഇപ്പം പല ബ്രോക്കേഴ്സും ഇന്ത്യയിൽ ബാങ്ക് വിഡ്രോവലിനുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സമയത്ത് ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. എല്ലാ രീതിയിലുള്ള റെഗുലേഷൻസ്, UK റെഗുലേഷൻസ്, UAE റെഗുലേഷൻസ്, അതേപോലെ ASICയുടെ റെഗുലേഷൻസ്, എല്ലാ റെഗുലേഷൻസും ഉള്ള വളരെ റിലയബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ $100,000 വരെ ഇവിടുത്തെ ലോയിഡ്സ് ബാങ്ക്, UK ബേസ് ചെയ്തിട്ടുള്ള ലോയിഡ്സ് ബാങ്ക് ഇൻഷുർ ചെയ്യുന്ന വളരെ നല്ലൊരു ബ്രോക്കറാണ് ഈ പറയുന്ന സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നത്. വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവർ നല്ല രീതിയിലുള്ള പ്രൊമോഷൻ ബോണസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്നെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്താൽ എനിക്ക് തരാൻ പറ്റുന്ന ഓഫേഴ്സും ഞാൻ നിങ്ങളടുത്ത് ഡയറക്റ്റ്ലി പറഞ്ഞു തരികയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പം 146.91 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു 148 അവിടുന്ന് സെല്ല് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ 148 വരെ മാർക്കറ്റ് എത്തിയിട്ടില്ല, 147.86 എന്ന് വരെ എത്തിയിട്ടുള്ളൂ. അവിടെ വെച്ച് സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്ക് വളരെ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇന്നത്തെ പോയിന്റിൽ 146 to 148 തന്നെയാണ് റേഞ്ച്. 146 അവിടുന്ന് ബൈ, 148 അവിടുന്ന് സെല്ല്. സ്റ്റോപ്പ് ലോസ് നിർബന്ധം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമുക്ക് 148 അവിടുന്ന് സെല്ല് എടുക്കുന്ന ആൾക്കാർ 148.60 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. നമുക്ക് 146 അവിടുന്ന് ബൈ എടുക്കുന്ന ആൾക്കാർ 145.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ചു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.16889 എന്ന് പറയുന്ന റേഞ്ചിലാണ് യൂറോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂറോ വീണ്ടും നമുക്ക് താഴെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 1.1500 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. യൂറോയിൽ നല്ല ഓപ്പർച്യൂണിറ്റിയാണത്. 1.1500 എന്ന് പറയുന്ന അവിടെ നിന്നുള്ളൊരു ബൈ മാത്രമാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നേരെ നമ്മൾ GBP പറയുമ്പോൾ GBP 1.3373 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷൻ്റെ സമയത്ത് 1.3285 എന്ന് പറയുന്ന റേഞ്ചിലായിരുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യം എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ എനിക്കിത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ബൈ ചെയ്യേണ്ട, മാർക്കറ്റ് ഒന്നും കൂടെ താഴെ പോയി 1.3300 എന്ന് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഇല്ല, 1.33 കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം മാർക്കറ്റ് 1.3350 മുകളിലാണ്. ഓക്കെ, 1.3350 ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ്. സോ അതുകൊണ്ടിട്ട് വേണമെങ്കിൽ 1.3350 അവിടുന്ന് നമുക്ക് ബൈയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡ്, ഇത് ഇപ്പം ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ കേട്ടോ 1.3260 ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഹോൾഡ് ചെയ്യുക, വേണമെങ്കിൽ ലോങ്ങർ ടേമിലോട്ട് ഹോൾഡ് ചെയ്യുക. 1.3350 വരെ 3350 വരെ പോകാനായിട്ടുള്ള 3500 വരെ പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റി മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. അതാണ് ഇനിയുള്ള ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, നമുക്കില്ല എങ്കിൽ നമുക്ക് മാർക്കറ്റ് സെല്ലിലോട്ട് തിരിയാതിരിക്കുക എന്നത് മാത്രമാണ് എനിക്ക് GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ റേഞ്ച്, ഗോൾഡ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഓൾമോസ്റ്റ് $15 താഴോട്ട് പോയത്. എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, പല ആൾക്കാർക്കും ഇപ്പം തന്നെ കുറേ സ്റ്റോപ്പ് ലോസും അല്ലെങ്കിൽ അവിടുന്ന് ബൈ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ കൺഫ്യൂസ്ഡ് ആവും അല്ലേ, മാർക്കറ്റ് റേഞ്ച് വിട്ടു, അല്ലെങ്കിൽ 3392 എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലാണ് 1 hour ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പക്ഷെ അത് ഒറ്റയടിക്ക് താഴോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്ത് മനസ്സിലാക്കാം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ റേഞ്ച് ബേസ്ഡ് മാർക്കറ്റിൽ കളിക്കുമ്പോൾ നമ്മൾ മാർക്കറ്റ് ടൈമിംഗ് വെച്ചിട്ട് കളിക്കുക. ഓക്കെ, മാർക്കറ്റ് ടൈമിംഗ് നോക്കി മാത്രം ഡിസിഷൻസ് എടുക്കുക.
മാർക്കറ്റ് ടൈമിംഗ് എന്താണ് മാർക്കറ്റ് ടൈമിംഗ്? രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 5:30 ജപ്പാൻ ഓപ്പൺ ആവും. അതിനുശേഷം ഹോങ്കോങ് ആൻഡ് സിംഗപ്പൂർ 6:30 മണിക്ക് ഓപ്പൺ ആവും. ഇന്ത്യൻ മാർക്കറ്റിൽ, ഐ മീൻ നല്ലൊരു ഏഷ്യൻ മാർക്കറ്റിൽ നല്ലൊരു ഫ്ലോ വരുന്നത് രാവിലെ 7:30 മണിക്കാണ്. അതിനുശേഷം 11:30 മണിക്ക് യൂറോപ്പ് ഓപ്പൺ ആവും. ഓക്കെ, അതിനുശേഷം 2:30 മണിക്ക് ഏഷ്യ ക്ലോസ് ആവും. വൈകുന്നേരം 6:30 മണിക്ക് യു എസ് ഓപ്പൺ ആവും. 8:30 മണിക്ക് യൂറോപ്പ് ക്ലോസ് ആവും. ഓക്കെ, ഈ മാർക്കറ്റ് ടൈമിംഗ് വെച്ച് മാത്രം നിങ്ങൾ തീരുമാനമെടുത്തില്ല എന്നുണ്ടെങ്കിൽ റേഞ്ച് ബേസ്ഡ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഗോൾഡിൽ. ഓക്കെ, ഇല്ലാത്തതിനകത്തൊക്കെ ഞാൻ അത് എടുത്ത് പറയുന്നില്ല, നിങ്ങൾ പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ഇട്ട് പോയാൽ മാത്രം മതി. പക്ഷേ ഗോൾഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റ് ടൈമിംഗ് നോക്കി തന്നെ ചെയ്യണം. ഓക്കെ, സോ മാർക്കറ്റ് ടൈമിംഗ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമുക്ക് ഇത് രാവിലെ ഇവിടുത്തെ 7 മണിക്കുള്ള, അതായത് ഇന്ത്യൻ ടൈമിംഗ് 11:30 മണിക്കുള്ള ക്യാൻഡിലാണിത്. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിൽ 3375, നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. ഓക്കെ, അതിനുശേഷം ഈ ഒരു ക്യാൻഡിൽ 3396 നിൽക്കുന്നു. 96 നിൽക്കാൻ നേരത്ത് ഇപ്പോൾ പല ആൾക്കാരും ബൈ ചെയ്തിട്ടുണ്ടാവും. കാരണം ബ്രേക്ക് ചെയ്തെന്ന് വിചാരിച്ചു. ബ്രേക്ക് ചെയ്തിട്ടില്ല. നമുക്ക് അടുത്ത ക്യാൻഡിൽ 3392 മുകളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കൊന്ന് പരിഗണിക്കാം. എന്നാലും നമുക്ക് കൺഫർമേഷൻ ആയിട്ടില്ല. കൺഫർമേഷൻ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് മാർക്കറ്റ് ടൈമിങ്ങിൽ ഓപ്പൺ ആവണം. ഓക്കെ, രണ്ടാമത്തെ ഒരു കൺഫർമേഷനും കൂടെ കിട്ടിയിട്ട് വേണം നമ്മൾ 1 അവർ ക്യാൻഡിൽ നോക്കാനായിട്ട്. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ നേരെ 4 അവർ ക്യാൻഡിലോട്ട് പോകണം. 4 അവർ ക്യാൻഡിൽ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് നോക്കണം. 4 അവർ ക്യാൻഡിൽ ഒരു ക്യാൻഡിൽ പോലും 3383 മുകളിലായിട്ട് ഒരു 4 അവർ ക്യാൻഡിൽ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അടുത്ത 4 അവർ ക്യാൻഡിൽ എപ്പോഴാണ്? അടുത്ത 4 അവർ ക്യാൻഡിൽ ഇപ്പോൾ 8 മണിക്കുള്ള ക്യാൻഡിലാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 8 മണിക്കെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓൾമോസ്റ്റ് 12 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടുത്തെ അടുത്ത മണിക്കൂറിലാണ് അടുത്ത 4 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത 4 അവർ ക്യാൻഡിൽ നമുക്ക് 90-92 മുകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഞ്ച് മാറി എന്നുള്ളൊരു കാര്യം നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. ഓക്കെ, സോ അതാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വെറുതെ ചാടി കയറി തീരുമാനം എടുക്കാതിരിക്കുക. അടുത്ത മാർക്കറ്റ് ടൈമിംഗ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ട് ക്യാൻഡിലാണത്. അവിടെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് റേഞ്ച് ബേസ്ഡ് മാർക്കറ്റിൽ, കേട്ടോ. സോ റേഞ്ച് ബേസ്ഡ് മാർക്കറ്റിൽ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുത്ത് പോകണ്ടേ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് വേണ്ടാത്ത ട്രേഡുകൾ എടുക്കാതിരിക്കുക എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ, അതിന് മുന്നേ ആയിട്ട് ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പല ആൾക്കാരിലോട്ട് വീഡിയോ എത്തിച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.